Welcome to Royal Cookery. Before the video, please subscribe my channel and press the bell button. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ? നമുക്കറിയാം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. ഇന്ന് ഞാനിവിടെ പായസം തയ്യാറാക്കുന്നത് ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ്. വളരെ ടേസ്റ്റിയായിട്ട് ചക്കക്കുരു ഉപയോഗിച്ച് എങ്ങനെ പായസം തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു 60 ചക്കക്കുരു കാണും ഇത്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ചൗവരി 1/4 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയുള്ളത് കാഷ്യൂനട്ടും റൈസിൻസും. ഈ ചക്കക്കുരു എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അല്പം വിളഞ്ഞ ചക്കയുടെ കുരു എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ തൊലിക്കാണല്ലോ ഗുണം, നമുക്കറിയാം. പഴയ ചക്കക്കുരു ആണെങ്കിൽ തൊലി കളഞ്ഞെടുക്കണം. ഏറ്റവും പുതിയ ഇന്ന് തന്നെ എടുക്കുന്ന കുരുവാണെങ്കിൽ തൊലിയോട് കൂടി തന്നെ നമുക്ക് എടുക്കാം. ഇനി ഈ ചക്കക്കുരു നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഈ കുക്കർ അടച്ച് വെച്ച ഒരു 5 വിസിൽ അടിക്കുമ്പോഴത്തേക്കും അത് വേവിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചക്കക്കുരു വെന്തിട്ടുണ്ടോയെന്ന്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊട്ടും തരിയില്ലാതെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്. അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതങ്ങ് അരഞ്ഞു പോകും. അല്ലാതെ തന്നെ ഉടച്ചെടുക്കാം. ഇതിപ്പോൾ ശരിക്കും ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ കശുവണ്ടിയും റൈസിൻസും ഒന്ന് വറുത്തെടുക്കാം. ഇനി അതേ നെയ്യിലേക്ക് നമുക്ക് ആ ഉടച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നെയ്യിൽ അത് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനിയിലും ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ചേർത്ത് കൊടുക്കുക. ചൗവരി ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ ചക്കക്കുരുവും ചൗവരിയും ശർക്കരപ്പാനിയിൽ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പാലാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 ലിറ്റർ പശുവിൻ പാൽ ചേർക്കുകയാണ്. പശുവിൻ പാലാണ് ചേർത്തിരിക്കുന്നത്. പാലൊഴിച്ച് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത്രേ ആവശ്യമുള്ളൂ. ഏറെ സമയം പാലൊഴിച്ചതിന് ശേഷം നമ്മളത്
അടുപ്പിൽ വെച്ചേക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കാം. അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതങ്ങ് ഓഫ് ചെയ്തേക്കാം. കൂടുതൽ കുറുകാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കരുത്. ഇതിരിക്കും തോറും അല്പം കൂടി കുറുകി പായസത്തിൻ്റെ കണക്കിനായിക്കോളൂ. അങ്ങനെ വളരെ പോഷകസമൃദ്ധമായ ചക്കക്കുരു പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. സാധാരണ നമ്മൾ പായസം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? വെർമിസല്ലി, പൈനാപ്പിൾ, പാലട ഇവയൊക്കെ ഉപയോഗിച്ചല്ലേ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചക്കക്കുരു ഉപയോഗിച്ചൊരു പായസം ഒന്ന് തയ്യാറാക്കി നോക്കിയെങ്കിലേ ഇതറിയുള്ളൂ. ശരിക്കും ഇതിൻ്റെ പ്രയാസം എന്ന് പറയുന്നത് ചക്കക്കുരുവിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ശരിക്കും ഇത് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.